കോൺഗ്രസ് താന്യം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താന്യം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PI ഷൗക്കത്ത് അലി പ്രതിഷേധ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം 300 രൂപയാണ് ഒരു വീട്ടിലേക്ക് രാവും പകലും പണിയെടുക്കുന്ന ആശാവർക്കർമാർക്ക് ഇന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. 300 രൂപ കിട്ടിയാൽ ഇന്ന് ഒരു കുടുംബം കഴിയാൻ സാധിക്കുമോ, ജീവിക്കാൻ പറ്റുമോ എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാൻ സാധിക്കില്ല എന്നുള്ളത്. അതുകൊണ്ട് ന്യായമായ ഒരു സമരം അവർ നടത്തുമ്പോൾ തിരിഞ്ഞു നോക്കാത്ത പിണറായി ഗവൺമെന്റ്, അതിനൊട്ടും അനുകൂലമായി നോക്കാത്ത BJPയുടെ കേന്ദ്ര ഗവൺമെന്റ്, ആ ഗവൺമെന്റിനോട് കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ് ഈ സമരം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ മുൻകൈ എടുത്തുകൊണ്ട് അവർ ആവശ്യപ്പെട്ടിട്ടുള്ള വേതനം അവർക്ക് നൽകണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെയാണ് അവിടെ ആ ജോലി കഴിഞ്ഞ് റിട്ടയർഡ് ആകുമ്പോൾ അവർക്ക് 5 ലക്ഷം രൂപ വേണമെന്നുള്ള ഒരു ഡിമാൻഡ് അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ന്യായമായ അവകാശമാണ്. പ്രതിഷേധ ധർണയിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MK ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ആശാവർക്കർമാരുടെയും അംഗനവാടി ജീവനക്കാരുടെയും സമരം ഒത്തുതീർപ്പാക്കുക, പഞ്ചായത്തിലെ ജൽജീവൻ പദ്ധതിക്ക് വേണ്ടി പൊളിച്ച റോഡുകൾ സഞ്ചാരയോഗ്യമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. കിഴക്കേനടയിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് പഞ്ചായത്തിന് മുൻപിൽ സമാപിച്ചു. DCC ജനറൽ സെക്രട്ടറി NS അയ്യൂബ്, ബ്ലോക്ക് കോൺഗ്രസ് ട്രഷറർ VK പ്രദീപ്, ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ആൻഡോ തൊറയാൻ, കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി MB സജീവ്, പ്രവാസി കോൺഗ്രസ് ജില്ലാ ട്രഷറർ EM ബഷീർ, നേതാക്കളായ KN വേണുഗോപാൽ, ലൂയിസ് താണിക്കൽ, ബെന്നി തട്ടിൽ എന്നിവർ സംസാരിച്ചു. പ്രമോദ് കണിമംഗലത്ത്, MK ശ്രീധരൻ, അജയൻ പറവത്ത്, സഗീർ, KR ജോഷി, സുബൈർ ശാന്തിപുരത്ത് എന്നിവർ നേതൃത്വം നൽകി.